ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയുള്ള കോസ്റ്റ് ഗാർഡാണ് ഇന്ത്യ എന്ന് ഞാൻ പറയും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് പ്രത്യേക ജോലി കൂടിയുണ്ട്, യുദ്ധം ചെയ്യുക എന്നുള്ളത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സാധനം തീ പിടിച്ചിട്ട് അണയ്ക്കാൻ ഇത്രയധികം സമയം എടുത്തത് എന്തുകൊണ്ടാണ്? കോസ്റ്റ് ഗാർഡിന് അറിയാം അത് മുങ്ങില്ല എന്നുള്ള കാര്യം. പക്ഷെ ഇതുപോലെ മുങ്ങിപ്പോയാൽ അത് ഓയിൽ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? അത് മുങ്ങിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടെണ്ണം അങ്ങനെ സംഭവിച്ചല്ലോ അടുത്ത്. കാര്യമായിട്ടുള്ള ഒരു ഓയിൽ സ്പിൽ കേരളത്തിന് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒറ്റ കിണറ്റിലും വെള്ളം കിട്ടില്ല, ഓയിലായിരിക്കും വരിക. ഒരു കപ്പലിൽ നിങ്ങൾ കയറുമ്പം ഏതെങ്കിലും ഘട്ടത്തിൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാറില്ല, കാരണം ഞങ്ങൾക്ക് അവരെക്കാളും ശക്തിയുണ്ടെന്ന് അവർക്കറിയാം. കടലിൽ നമ്മൾക്ക് ഒരു കപ്പൽ പോകുമ്പോൾ ഒരു ലൈനിൽ കൂടിയാണ് പോകുന്നത്, ചെലവ് ചുരുങ്ങി പോകാറുള്ളത്. പക്ഷേ കള്ളക്കടത്തുകാരും കുറ്റവാളികളും കണ്ണിൽ പെടാതിരിക്കാൻ പല 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 വഴികളിലും പോകും. പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കടൽ വെച്ച് ആദ്യമായിട്ട് പിടിക്കുകയാണ്. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ തിരിച്ചയക്കാൻ. ആ മനുഷ്യർ സാറിനെ എല്ലാ കാലത്തും സ്മരിക്കുന്നുണ്ടാവും. പാകിസ്ഥാൻ നമുക്ക് എതിരായിരിക്കാം, പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് എതിർ, പാകിസ്ഥാൻ മനുഷ്യരല്ല. മനുഷ്യൻ പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും ഒരേ മാതിരിയല്ലേ. ഏതാണ്ട് 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യത്തെ സംബന്ധിച്ച് തന്ത്രപ്രധാന വിഭാഗമാണ് കോസ്റ്റ് ഗാർഡ് അഥവാ തീരരക്ഷാസേന. എന്നാൽ പോലീസിനെയോ പട്ടാളത്തെയോ പോലെ നമ്മൾ അത്ര അടുത്ത് മനസ്സിലാക്കിയ ഒരു വിഭാഗമല്ല കോസ്റ്റ് ഗാർഡ്. കോസ്റ്റ് ഗാർഡിൻ്റെ പരമോന്നത പദവിയായ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ പ്രഭാകരൻ പലേരിയാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമ്മുടെ അതിഥി. സ്വാഗതം. ഈ സിനിമയിൽ കാണുന്ന പോലെ വെറും സ്പീഡ് ബോട്ടിൽ മാത്രം സഞ്ചരിക്കുന്നവരല്ല ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് ഗാർഡ്. കാരണം കോസ്റ്റ് ഗാർഡിന് 100-ലധികം കപ്പലുകളുണ്ട്, 70ഓളം എയർക്രാഫ്റ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഏതാണ്ട് 15,000-ലധികം അംഗങ്ങൾ തന്നെ ഉണ്ട് അതിൽ. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ശക്തിനെയും വ്യാപ്തിനെയും പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ സാർ ഒന്ന് എത്ര വലുതാണ് കോസ്റ്റ് ഗാർഡ് എന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കി പറയും. ഈ ലോകത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് എന്ന് ഞാൻ പറയുന്നത് 1648 1700-കളിൽ വന്നിട്ടുള്ള സ്വീഡിഷ് കോസ്റ്റ് ഗാർഡാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വീഡനാണ് ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് ഞാൻ പറയും. 1648 മുതലാണ് ഇപ്പോഴത്തെ രാജ്യ സംവിധാനത്തിലെ രാജ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിലുണ്ടായിട്ടുള്ള ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. സ്വീഡനും കടലുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അവരുണ്ടാക്കിയ ഒരു സായുധ സേനയാണ് ഒരു കോസ്റ്റ് ഗാർഡായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള കോസ്റ്റ് ഗാർഡ് പിന്നീട് വന്നു. അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വന്നിട്ടുള്ളത് 1977-ലാണ്. വളരെ അടുത്ത് 48 വർഷമേ ആയിട്ടുള്ളൂ. ഈ കോസ്റ്റ് ഗാർഡ് എല്ലാം കോസ്റ്റ് ഗാർഡ് എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. ജോലി ഒന്നാണെങ്കിലും കോസ്റ്റ് ഗാർഡ് പലരും പല പേരുകളുണ്ട്. പാകിസ്ഥാൻ മറൈൻ സെക്യൂരിറ്റി ഏജൻസി എന്ന് പറയും, ഇന്ത്യ കോസ്റ്റ് ഗാർഡ് എന്ന് പറയും, അമേരിക്ക കോസ്റ്റ് ഗാർഡ് എന്ന് പറയും, ചില രാജ്യങ്ങൾ ജെൻഡർ മറൈൻ എന്ന് പറയും. അങ്ങനെ പല പേരുകളും ഉണ്ടെങ്കിലും കോസ്റ്റ് ഗാർഡ് തന്നെയാണ്. അങ്ങനെയുള്ള 142 കോസ്റ്റ് ഗാർഡിൽ ഇപ്പോൾ ഒരു 103 കൂടെ വന്നിട്ടുണ്ട്. ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡ് വന്നിട്ടുണ്ട്. ഈ കോസ്റ്റ് ഗാർഡുകളിൽ ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയുള്ള കോസ്റ്റ് ഗാർഡാണ് ഇന്ത്യ എന്ന് ഞാൻ പറയും. കടലിലെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുവാൻ കോസ്റ്റ് ഗാർഡിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ആ കുറ്റകൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് പോച്ചിങ്, കള്ളക്കടത്തുകൾ. ഇവിടെ വന്ന് പല രാജ്യങ്ങളിൽ നിന്നും കപ്പലുകളിൽ ഈ വേസ്റ്റ് പ്രോഡക്റ്റ് കൊണ്ടുവരും, ന്യൂക്ലിയർ വേസ്റ്റ് പ്രോഡക്റ്റ്, മെഡിക്കൽ വേസ്റ്റ് പ്രോഡക്റ്റ്, അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കടലിൽ ഡംപ് ചെയ്യും. ഒരു കാലത്ത് അതൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. കള്ളക്കടത്ത് അങ്ങേയറ്റം കടലിൽ കൂടെയുള്ള കള്ളക്കടത്ത് നിർത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് മുഴുവനും ഏകദേശം നിർത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ അധികം ചിന്തിക്കാത്തൊരു ഏരിയയാണ് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ കടലിൽ വന്നത്. അതും പ്രത്യേകിച്ച് മെഡിക്കൽ വേസ്റ്റ്, ഹസാർഡസ് കെമിക്കൽ വേസ്റ്റ്, ന്യൂക്ലിയർ വേസ്റ്റ്. ഇതൊക്കെ ചില കപ്പലുകൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോയി, സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന രാജ്യങ്ങളിൽ പോയി അത് ചുരുങ്ങിയ വിലക്ക് എടുത്തിട്ട് ഇവിടെ ശ്രദ്ധിക്കാതെ പല പാവപ്പെട്ട രാജ്യങ്ങൾ അവിടെ പോയി അവർ കടലിൽ തള്ളാറുണ്ട്. അത് ഒരുപാട് തള്ളിയിരിക്കുന്നത് ബംഗ്ലാദേശിലാണ്. ഒരുപാട് സംഗതികൾ ഞാനൊക്കെ ഉണ്ടാകുമ്പോൾ ആ ബംഗ്ലാദേശിൻ്റെ അവിടെ തള്ളുന്നവരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ തള്ളാൻ വരുമ്പോൾ എന്താ ചെയ്യുക, എന്ത് ആക്ഷൻ എടുക്കുന്നത്? അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, അവരുടെ കപ്പൽ പിടിച്ചെടുക്കും, അതാണ് ചെയ്യാറ്. പക്ഷെ ആ കപ്പലിലുള്ള സാധനങ്ങൾ നമുക്ക് ഭാരമാണല്ലോ, അപ്പം അതെന്ത് ചെയ്യും? അത് നമ്മൾ നിയമപ്രകാരമുള്ള വേസ്റ്റ് എന്താ പറയുക, നമ്മൾ നിയമപ്രകാരമായുള്ള വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലേക്ക് കൊടുത്തയക്കും. ഉദാഹരണമായിട്ട് 2004-ലെ സുനാമിയിൽ 5 തവണ ലോകം ചുറ്റിയതിന് ശേഷമാണ് നിന്നത്. അപ്പോൾ ആ ആദ്യത്തെ പോണ പോക്കിൽ ഈ സുനാമി സൊമാലിയയിലെ തീരത്ത് അടിച്ചപ്പോൾ ഒരുപാട് വേസ്റ്റ്, കുഴിച്ചിട്ട വേസ്റ്റുകൾ മുഴുവൻ പുറത്തു വന്നു. ആ വേസ്റ്റുകൾ മുഴുവൻ മെഡിക്കൽ വേസ്റ്റും ഹസാർഡസ് കെമിക്കൽ വേസ്റ്റുമായിരുന്നു. അതൊക്കെ ഏതോ പല കമ്പനികളും യൂറോപ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നു. $2 ഒരു ടൺ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ സൊമാലിയയിൽ പോയിട്ട് അവിടെ കുഴിച്ചിടുകയാണ് ചെയ്തത്.
അത് ശരിക്കും നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടണ്ണിന് $2000 ആവും. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ തടയാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് സാധിച്ചിട്ടുണ്ട്. സായുധ സേനയാണല്ലോ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഗാർഡ് സായുധ സേന എന്ന് നമ്മൾ പറയുന്നത് ആംഡ് ഫോഴ്സസിലാണ്. അപ്പോൾ ഈ സായുധ സേനയിൽ 2 തരം സായുധ സേനകളാണ് ഇന്ത്യക്കുള്ളത്. ആർമി, നേവി, എയർഫോഴ്സ് എന്നാണ് കൗൺസിൽ ആദ്യം കൊടുത്തത്, ആൻഡ് അതർ ആംഡ് ഫോഴ്സസ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആംഡ് ഫോഴ്സസ് ആണ് ആർമി, നേവി, എയർഫോഴ്സ്, ബാക്കിയുള്ള എല്ലാവരും. അതിൽ ആർമി, നേവി, എയർഫോഴ്സ് യുദ്ധത്തിന് വേണ്ടിയുള്ള ദേശത്തിൻ്റെ മിലിറ്ററി ശക്തിയാണ്. കോസ്റ്റ് ഗാർഡ് മുതൽ ബാക്കിയുള്ള എല്ലാവരും നോൺ മിലിറ്ററി ഫോഴ്സസ്, ലോ എൻഫോഴ്സ്മെന്റ്. അത് സായുധ സേന, പട്ടാളവും സായുധ സേനയാണ്, കോസ്റ്റ് ഗാർഡും സായുധ സേനയാണ്. പക്ഷേ യുദ്ധത്തിനുള്ള മിലിറ്ററിക്കുള്ളതാണ്. ഇത് നിയമം പരിപാലിക്കാനുള്ള റൂൾ ഓഫ് ലോക്ക് വേണ്ടിയുള്ളതാണ്, പിന്നെ ബാക്കിയുള്ള സർവീസസിനും വേണ്ടിയുള്ളതാണ്. ഇതിനൊന്നും കൂടി പിൻ പോയിന്റ് ചെയ്ത് ചോദിക്കുമ്പോഴേ, ഈ ആയുധങ്ങൾ കൈവശമുള്ള സായുധ സേനയാണല്ലോ, അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ്? ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ സർഫേസ്, നമുക്ക് വെടിവെക്കാനുള്ള സംവിധാനങ്ങൾ. അത് ഏറ്റവും ചെറിയതൊരു ഗണ്ണായിരിക്കണം, ഒരു റൈഫിളായിരിക്കണം, ഒരു പിസ്റ്റളായിരിക്കണം. അത് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. പിന്നെ ലോങ് റേഞ്ചിലുള്ള ആയുധങ്ങൾ. മിസൈൽ ആവശ്യമില്ല, പക്ഷേ മിസൈൽ ക്യാരി ചെയ്യാൻ സാധിക്കും കോസ്റ്റ് ഗാർഡിന് വേണമെങ്കിൽ. കാരണം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഒരു പ്രത്യേക ജോലി കൂടിയുണ്ട്, അതായത് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് മിലിറ്ററി സർവീസാണ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിലിറ്ററി സർവീസ് അല്ല. പക്ഷേ അതിന് യുദ്ധം ചെയ്യേണ്ട, അതും ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും യുദ്ധത്തിന് നാവികസേനയുടെ ഒരു ഭാഗമായി മാറും. ഇതുവരെ യുദ്ധത്തിൽ പങ്കാളിയാവേണ്ടി വന്നിട്ടില്ല. നാവികസേനയുടെ ഒരേ ഒരു യുദ്ധം മാത്രമേ നടന്നിട്ടുള്ളൂ ഇതുവരെ, 1971-ലാണ്. അതിനുശേഷം യുദ്ധം 78-ലാണല്ലോ രൂപീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു യുദ്ധം വരികയാണെങ്കിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയുടെ കൂടെ ഉണ്ടാകും. അത് കോസ്റ്റ് ഗാർഡ് ആയിട്ടല്ല, നാവികസേനയുടെ ഒരു ഭാഗമായിട്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കോസ്റ്റ് ഗാർഡിന് ആയുധം എടുക്കേണ്ടി വരുന്നത്? സാധാരണ ഇപ്പോൾ ഒരു കള്ളക്കടത്തുകാരെ പിടിക്കുവാൻ, കടൽ കൊള്ളക്കാരെ പിടിക്കാനൊക്കെ ഇപ്പോൾ വളരെ ആയുധമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ട് വേണം പോകാൻ. അണ്ടർ വാട്ടർ ഡിമോളിഷൻ, അങ്ങനെ പലതും ഉണ്ടല്ലോ. അണ്ടർ വാട്ടർ ഡിമോളിഷൻ അതെന്താ ചെയ്യുന്നത്? അണ്ടർ വാട്ടറിൽ വല്ലത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിമോളിഷ് ചെയ്തിട്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സൈബർ സെക്യൂരിറ്റിയിൽ അണ്ടർ വാട്ടർ സെർവർ നമ്മൾ കൊണ്ടുപോയിട്ട് കടലിൽ തള്ളിയിട്ടു, എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊന്നത് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടും, അത് പ്രൂവ് ചെയ്യാൻ സാധിക്കും കോടതിയിൽ. ഒരു ഷിപ്പിനെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഷിപ്പിനെ സാൽവേജ് ചെയ്ത് കൊണ്ടുവരിക. സാൽവേജും കോസ്റ്റ് ഗാർഡിൻ്റെ ഡ്യൂട്ടി അല്ല, ഫയർ ഫൈറ്റിംഗ് മാതിരി. പക്ഷെ എന്നാലും കോസ്റ്റ് ഗാർഡിന് ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. സ്വയരക്ഷയ്ക്കും ആളുകളെ കീഴ്പ്പെടുത്താനും വേണ്ടിയിട്ട്, ക്രിമിനൽസിനെ കീഴ്പ്പെടുത്താനും വേണ്ടി മാത്രമല്ല ആയുധങ്ങൾ വേണ്ടി വരുന്നത്, അതല്ലാണ്ട് ഡെമോളിഷന് വേണ്ടിയിട്ട് പിന്നെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, നമ്മൾക്കെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവരെ. അത് പോലീസിനുള്ള ആയുധങ്ങൾ പോരെ, അത്രയല്ലല്ലോ കോസ്റ്റ് ഗാർഡിനുള്ളത്. കള്ളക്കടത്തുകാർ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്ന കപ്പലുകളും ബോട്ടുകളും ദൂരെ കാണുമ്പോൾ അവരെ നിർത്താൻ നമ്മൾ വെടിവെക്കണ്ടേ? വല്ല വിമാനങ്ങൾ വിദേശ രാജ്യത്തെ കൂടെ പോകുമ്പോൾ വല്ല വിമാനങ്ങളും വന്ന് ആക്രമിക്കാൻ നോക്കി നമുക്ക് വിമാനത്തിനെ വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണൊക്കെ വേണ്ടേ കോസ്റ്റ് ഗാർഡിന്? എല്ലാ ഗണ്ണറി വിഭാഗത്തിലുള്ളവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അത് നാവികസേനയ്ക്ക് ചെയ്യുന്ന അതേമാതിരി തന്നെയാണ് കുറേയൊക്കെ. പക്ഷേ നാവികസേനയുടെ കയ്യിൽ വളരെ വളരെ ആധുനിക ആയുധങ്ങളുണ്ടാകും, കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിൽ അതുപോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, പേഴ്സണൽ അഭിപ്രായത്തിൽ, കോസ്റ്റ് ഗാർഡിൻ്റെ ആയുധ സംവിധാനങ്ങളെപ്പറ്റി ഒന്നുകൂടെ കോസ്റ്റ് ഗാർഡ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. ഈ കള്ളക്കടത്ത് തടയൽ, പിന്നെ അതുപോലെ കടലിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക, പിന്നെ മാരിടൈം ലോ എൻഫോഴ്സ്മെൻറ്റ് തുടങ്ങിയവയൊക്കെയാണ് പൊതുവെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭരണഘടനാ ചുമതലയായിട്ട് കാണുന്നത്. പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് ചുമതലകൾ ഉണ്ടാവണം. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ നിയമാവലി വന്നിരിക്കുന്നത് 1978-ലാണ്. അതിനൊരു വർഷം മുമ്പാണ് കോസ്റ്റ് ഗാർഡിനെ നാവികസേനയുടെ കീഴിലുള്ള ഒരു ഭാഗമായിട്ട് എടുത്തത്. പക്ഷേ അതിനുശേഷം 1978 മുതൽ കോസ്റ്റ് ഗാർഡ് ഒരു പ്രത്യേക സായുധ സേനയായി മാറി. ഒന്നാമത് അത് തീരദേശ സേന എന്ന് പറയുന്നത് നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സേനയാണ്, സായുധ സേനയാണ്. സമുദ്രത്തിൽ മുഴുവനും അവർക്ക് ഇന്ത്യക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് നടത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ചുമതല. യുദ്ധത്തിൻ്റെ ഭാഗം നാവികസേനക്ക് വരുമ്പോൾ നിയമം പരിപാലിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതും, അതിന് നമ്മൾ സാധാരണ പറയുന്നത് സർവീസ് എന്നാണ്. കടലിൽ എണ്ണ ഖനനം, അതിനുള്ള സുരക്ഷത ഏർപ്പെടുത്തുക, കടലിൽ പോകുന്ന എല്ലാ ആളുകളുടെയും ജീവനെ രക്ഷിക്കുക, മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യപ്രവർത്തനക്കാർക്കും ബാക്കിയുള്ളവരിൽ നിന്ന് രക്ഷ കൊടുക്കുക. അതായത് പുറത്തുനിന്ന് വന്നിട്ട് ഇന്ത്യയിൽ പോച്ച് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ രക്ഷ കൊടുക്കുക, മത്സ്യസമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് പുറമെ കടലിൽ വരുന്ന എല്ലാ സമ്പത്തുകളെയും രക്ഷിക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ
സമുദ്രത്തിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് ഗുണം കിട്ടുന്നത്, ആ സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുക, മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുള്ള എല്ലാ സഹായവും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുക്കുക. അതായത് ഒരു സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണം, അപ്പോൾ അതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ കള്ളക്കടത്തും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഈ സംവിധാനം കൊണ്ടുവരുമ്പോൾ ഇന്ത്യ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരമായിരുന്നു അന്നത്തെ കള്ളക്കടത്ത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്താണ് കോസ്റ്റ് ഗാർഡ് വന്നത്. അപ്പോൾ അത് ആണ് കോസ്റ്റ് ഗാർഡിൻ്റെ പ്രധാന ചുമതല അന്ന്. ഇപ്പം അവിടെ നടക്കുന്ന മെയിൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, ലഹരി പദാർത്ഥ കടത്ത്, ഇതാണ് മൂന്നും നടക്കുന്നത്. അതിൽ ഡ്രഗ് കൂടുതലായിട്ടുണ്ടോ? അങ്ങനെയില്ല. ഞാൻ അതിനൊരു പുതിയ പേര് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ക്രൈംസ് 3 എന്ന് കൊടുത്തു. 3 സംഗതികൾ: ലഹരി പദാർത്ഥ കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്. അപ്പോൾ ഈ ക്രൈംസ് 3 എന്ന് പറയുന്ന ഈ 3 കുറ്റകൃത്യങ്ങൾ, അതിന് കടൽ മാത്രമല്ല, ബാക്കിയുള്ള ആകാശത്തിൽ കൂടെയും വരാം, കരയിൽ കൂടെയും വരാം. പ്രത്യേക സംഘടനയെ നമ്മൾ പേര് കൊടുത്ത് വിളിക്കുന്നു. ആ പേര് ഞാൻ ഇവിടെ പറയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ സംഘടന നമ്മൾ ഈ പേര് കൊടുക്കുന്നത് അത് അവരെന്താണോ ചെയ്യുന്നത് അതിനെ കുറ്റകൃത്യമായിട്ട് മറച്ചു വെക്കുകയാണ്, വേറെ തരത്തിലാണ് കാണുന്നത്. അതിപ്പോൾ ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്നത് ഈ 3 സംഗതികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രാധാന്യം. ബാക്കിയുള്ള സംഗതികൾ ഒരു മറ പോലെ. ഓർഗൻ ട്രാഫിക്കിംഗ് ഉണ്ട്, ഒരുപാട് ഓർഗൻ ട്രാഫിക്കിംഗ്. അതൊരു ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നാണ്. അത്തരം ഓർഗൻ ട്രാഫിക്കിംഗ് കോസ്റ്റ് ഗാർഡ് പിടിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്തിൽ കോസ്റ്റ് ഗാർഡ് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ മനുഷ്യക്കടത്തിൻ്റെ ഒരു ഭാഗമാണ് ഓർഗൻ ട്രാഫിക്കിംഗ്. മനുഷ്യനെ കടത്തുന്നത്, ഒരു കാലത്ത് മനുഷ്യനെ കടത്തിക്കൊണ്ടുവന്നത് ലൈംഗികമായിട്ടുള്ള ഉപയോഗിക്കാനും, ഇപ്പോൾ മനുഷ്യനെ കടത്തുന്ന പല സംഗതികളും അവയവങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും കുട്ടികളെ. അല്ല, കോസ്റ്റ് ഗാർഡ് പിടിച്ച ഇത്തരം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലെ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതാണോ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളതാണോ പിടിച്ചത്? അത് രണ്ടും ഉണ്ട്. നമ്മുടെ ഒരു പ്രാവശ്യം ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, കുളച്ചിലിൽ നിന്ന് കുറേ പേരെ കണ്ടെയ്നർ ഷിപ്പിലാക്കി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഡെയിലി നടക്കുന്നതാണ്. അതിൽ കോസ്റ്റ് ഗാർഡിന് ഇവിടെയില്ല, ഇത് ലോകം മുഴുവനും നടക്കുന്ന സംഗതികളാണ്. പല സിനിമകളിലും കാണിച്ചിട്ടുണ്ട് ഈ കണ്ടെയ്നർ ഷിപ്പുകളിൽ ഉണ്ട്. പക്ഷേ സിനിമകളിൽ കാണുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് ഞാൻ പറയും. കാരണം അത് അങ്ങനെയല്ല ഇതൊക്കെ നടക്കുന്നത്. കണ്ടെയ്നർ ഷിപ്പിൽ കള്ളക്കടത്ത് നടത്തുമ്പോൾ അതിനുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇത് ലോകം മുഴുവനുമുള്ള കോസ്റ്റ് ഗാർഡുകളും ബാക്കിയുള്ള ഏജൻസികളും ഇൻ്റർപോൾ അവരൊക്കെ കൂടെയാണ് നടത്തുക. ഈ ഡ്രഗ്സ് പിടിക്കുന്നത് തന്നെ ഇപ്പം ഗുജറാത്തിൽ ഒരുപാട് ഡ്രഗ്സ് കോസ്റ്റ് ഗാർഡ് പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസികളുമുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ കാലത്ത്. ഈ വലിയ തോതിലുള്ള ഡ്രഗ്സ് ഗുജറാത്തിൽ നിന്ന് പിടിച്ചത് ഇപ്പോൾ ഈ അടുത്ത് വാർത്തയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഗുജറാത്ത് ഇതിൻ്റെ ഒരു കേന്ദ്രമാകുന്നത്? ഈ ലോകത്തിൽ ലഹരി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇന്ത്യക്കടുത്തുള്ളത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേക പ്രദേശമാണ്. അതിനെ ഇവിടെ പറയുന്നത് ഗോൾഡൻ ക്രസൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ ഭാഗത്ത് വരുന്നത് മയൻമാർ, അവിടെയുള്ള ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്, കംബോഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെയാണ് ഹെറോയിൻ, പോപ്പി കൾട്ടിവേഷനും ഇതൊക്കെ നടന്നത്. അവിടെ ഇപ്പോൾ കെമിക്കൽ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു ഡ്രഗ് കടത്തൽ കോസ്റ്റ് ഗാർഡ് ഇതിനിടെ നിർത്തിയിട്ടുണ്ട്. അതാണ് ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കള്ളക്കടത്തൽ, ലഹരി പദാർത്ഥ പിടുത്തം. അത് എവിടുത്തെ കോസ്റ്റ് ഗാർഡാണ്? ഇത് അന്തമാൻ നിക്കോബർ ആ ഭാഗത്തു നിന്നാണ് പിടിച്ചത്. അതായിരിക്കണം ഒരു പക്ഷേ ഈ ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വില പിടിച്ച അത്രയും ലഹരി പദാർത്ഥം. എത്ര കോടിയുടെ പിടിച്ചത്? ഒരു 6000 കോടിയോ മറ്റോ ഉണ്ട്. അത് അതിലും കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ബോട്ടിൽ നിന്നാണോ പിടിച്ചത്, കപ്പലിൽ നിന്നാണോ പിടിച്ചത്? പിടിച്ചതും ഒരു പ്രത്യേകതരം കപ്പലിൽ നിന്നാണ്. അത് ഒരു പ്രത്യേക രാജ്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള കപ്പലാണ്. അതെല്ലാം നമ്മൾ പിടിച്ചതും ഇന്ത്യക്കാരെ അല്ല, പിടിച്ചതും ആ രാജ്യത്തുള്ള ജനങ്ങളാണ്. കൊണ്ടുവന്നത് ഇന്ത്യയിലേക്കാണെന്ന് മാത്രം. കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യുക? കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഡ്രഗ്സ് അത് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഏജൻസികൾ ഇന്ത്യക്കുണ്ട്. അവിടെ ആരാണോ അതിന് വരുന്നത് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിനെ ഫുൾ നശിപ്പിക്കുക, ഡ്രഗ്സൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഈ പരിസ്ഥിതി സംരക്ഷണവും കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണല്ലോ. അതിൽ തന്നെ ഈ പോച്ചിങ്ങിനെതിരെ നിലകൊള്ളുക, കടൽ ജീവികളെയൊക്കെ കടത്ത് തടയുക എന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കടൽ മാർഗം നടത്തുന്ന കടത്ത്, പോച്ചിങ് ഒക്കെ എന്താണ്? വേറൊരു രാജ്യത്തെ കപ്പലുകൾ വന്നിട്ട്, ഫിഷറീസ് ബോട്ട്സ് വന്നിട്ട് നമ്മുടെ മത്സ്യം പിടിച്ചു കൊണ്ടുപോകുന്നതിനാണ് പോച്ചിങ് എന്ന് പറയാം. അത് വളരെ വളരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന. കോസ്റ്റ് ഗാർഡ് വന്നതിന് ശേഷമാണ് ഇത് നിന്നിട്ടുള്ളത്. അതിനുശേഷം കോസ്റ്റ് ഗാർഡ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി. ആ ലൈസൻസ് കിട്ടിയത് മിനിസ്ട്രി, അന്നത്തെ മിനിസ്ട്രി ഏതാണോ മിനിസ്ട്രി മാറിക്കൊണ്ട് വരും.
അന്നത്തെ ഗവൺമെൻറ് ആ ഭാഗത്തുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മത്സ്യം പിടിക്കാൻ പാടുള്ളൂ എന്ന് പറയും. യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് ഇവർ പിടിക്കുന്നതെങ്കിൽ അതിന് പോച്ചിങ് എന്ന് പറയുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് ഒരുപാട് അറസ്റ്റ് ചെയ്തിട്ട് 10, 15, 20 വർഷത്തോളം കോസ്റ്റ് ഗാർഡ് അതിന് പിന്നാലെ ആയിരുന്നു. അതിനുശേഷം ഇതൊക്കെ കുറഞ്ഞു എന്ന് മാത്രമല്ല മുഴുവനും നിന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യയിലേക്ക് വരാൻ ആരും ധൈര്യപ്പെടുന്നില്ല. പക്ഷേ എന്നാലും ചില ഭാഗങ്ങളിൽ, ഉദാഹരണമായിട്ട് അന്തമാൻ നിക്കോബർ ആ ഭാഗത്തൊക്കെ കുറച്ചുകൂടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മത്സ്യപിടുത്തം അന്യദേശക്കാരിൽ തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കടൽ ജീവികൾക്ക് ഏത് തരത്തിലുള്ള സംരക്ഷണം കോസ്റ്റ് ഗാർഡ് കൊടുക്കുന്നത്? ഒറീസയിൽ ഒരു വർഷത്തിൽ 2 മാസത്തോളം അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ചില ഒലീവ് റിഡ്ലി ആമകൾ അവിടെ വന്നിട്ടാണ് മുട്ടയിടാറുള്ളത്. എന്നിട്ട് അത് മുട്ട വിരിഞ്ഞിട്ട് കുട്ടികളെല്ലാം കടലിലേക്ക് പോയി അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും എല്ലാവരും കൂടെ. ഇത് പിടിച്ചു കൊണ്ടുപോകാൻ പലരും വരും. ഇതിന് മുട്ട വിറ്റാൽ വളരെ കാശ് കിട്ടും. അവർ മുട്ടകൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനുള്ള എല്ലാ സംവിധാനവും കോസ്റ്റ് ഗാർഡ് ചെയ്യും. കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങൾ, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകൾ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആരും അവിടെ വരില്ല. പിന്നെ ഒരുപാട് മൃഗങ്ങൾ വന്നിട്ട് ഇതിനെ പ്രിഡേറ്റേഴ്സായിട്ട് വന്നിട്ട് കൊന്നു തിന്നാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ചെയ്തത് വലിയൊരു ഉത്സവം തന്നെയാണ്. ലക്ഷദ്വീപിലൊക്കെ ഉള്ള ഒരു പ്രത്യേക വിഭവമാണ്, കടൽ വിഭവമാണ് ഈ കടൽ വെള്ളരി എന്ന് പറയുന്നത്. അതിനെയും ഭയങ്കരമായിട്ട് കള്ളക്കടത്ത് ശ്രീലങ്കയിലേക്കൊക്കെ നടത്തുന്നുണ്ട് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നു. അതിനും ഈ കോസ്റ്റ് ഗാർഡ് തന്നെയാണോ പ്രൊട്ടക്ഷൻ? ഉണ്ട്, അതും ഒരു ബാൻഡ് ഐറ്റമാണ്. ഈ സീ അർച്ചിൻസും, പിന്നെ ഇതിനൊരു പേരുണ്ട് ഈ കടൽ വെള്ളരിക്ക്, ഒരു സീ കുക്കുംബർ. സീ കുക്കുംബർ. അത് ചെറിയൊരു സീ കുക്കുംബറിന് ഡൽഹിയിലെ ഹോട്ടലിലൊക്കെ 2000 രൂപ കിട്ടും നമുക്ക് അവിടെ കൊടുത്താൽ സ്ത്രീയുള്ളത്. അപ്പോൾ അത്രയും വില പിടിച്ചൊരു സംഗതി. കാരണം ജനങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുമ്പോഴേ ഒരുപാട് വിഭാഗങ്ങളുള്ള ഒരു സംവിധാനമാണല്ലോ. അതായത് എയർക്രാഫ്റ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ക്യാപ്റ്റൻ ഉണ്ടാവും, പൈലറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഡൈവേഴ്സ് ആവശ്യമുണ്ട്, അങ്ങനെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഏതൊക്കെ വിഭാഗങ്ങളാണ് മെയിനായിട്ടും കോസ്റ്റ് ഗാർഡിനുള്ളത്? കോസ്റ്റ് ഗാർഡിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് GD, ജനറൽ ഡ്യൂട്ടി എന്ന് പറയും. അവരാണ് ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ എല്ലാ ഡ്യൂട്ടി ചെയ്യുക. ഇവരെ സഹായിക്കുന്നത് ടെക്നിക്കൽ ബ്രാഞ്ച് ആയിരിക്കും. അതിൽ എഞ്ചിനീയേഴ്സും മെക്കാനിക്സും അവരൊക്കെ ഉണ്ടാകും. പിന്നെ ഇത് കരയിൽ കൂടെ, സമുദ്രത്തിൽ കൂടെ പോകുന്ന കോസ്റ്റ് ഗാർഡ്, അതിന് സർഫേസ് എന്നാണ് പറയുക. അത് കപ്പലുകളായിരിക്കും. IPV, ഇൻലൻഡ് പെട്രോൾ വെസൽ, ഫാസ്റ്റ് പെട്രോൾ വെസൽ, OPV, ഓഫ് ഷോർ പെട്രോൾ വെസൽ, അങ്ങനെ പലതരത്തിലുള്ള വെസലുകൾ ഉണ്ടാകും. വിമാനത്തിൽ ഫിക്സഡ് വിങ് വിമാനങ്ങളുണ്ടാകും, ഡോണിയർ മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ റോട്ടറി വിങ് ഉണ്ടാകും, അതായത് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാകും. പിന്നീട് അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉണ്ടാകാം, എനിക്കറിയില്ല, അതൊക്കെ ആവശ്യമായി വരും. പക്ഷേ ഒരുപാട് ഡൈവേഴ്സ് ഉണ്ടാകും, മുങ്ങൽ വിദഗ്ധന്മാർ കോസ്റ്റ് ഗാർഡിൽ. ഡൈവേഴ്സിൻ്റെ ചുമതല എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കൊണ്ടുവരുവാനും, അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നടക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുവാനും, അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ കൂടെ പോയി ബാക്കിയുള്ള സ്ഥലത്തുകൾ പോയി അന്വേഷണം നടത്തുവാനും, അതിനൊക്കെ ആണ് ഡൈവേഴ്സിനെ ഉപയോഗിക്കുക. മലിനീകരണം തടയാന്ന് പറയുന്നതും കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഭരണഘടനാ ദൗത്യത്തിൽ വരുമല്ലോ. അത്തരത്തില് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കപ്പല് മുങ്ങിയ സമയത്തൊക്കെ നമുക്ക് വലിയ പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ കോസ്റ്റ് ഗാർഡ് വഹിക്കുന്ന പങ്ക് എന്താണ് അത് തടയാൻ? കോസ്റ്റ് ഗാർഡാണ് കടലിൻ്റെ മലിനീകരണത്തെ നിയന്ത്രിക്കേണ്ട പ്രധാന ഏജൻസി ഇന്ത്യയിൽ. കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലുള്ള എല്ലാ സംവിധാനങ്ങളും, കടലിലെ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ കീഴിലായിരിക്കും ജോലി ചെയ്യുക. ഇതിനോട് അനുബന്ധപ്പെട്ട് ഒരു ടാങ്കർ ഷിപ്പ് മുങ്ങുകയാണ്. ആ മുങ്ങിയാൽ അതിലുള്ള എണ്ണ എങ്ങനെ നിയന്ത്രിക്കും, എങ്ങനെയാണ് നമ്മൾ ടീം വർക്ക് ഉണ്ടാക്കുക, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൂട്ടുക, അതിനുള്ള ഒരു നാഷണൽ കണ്ടിൻജൻസി പ്ലാൻ ഉണ്ട് ഇന്ത്യയിൽ. ആ കണ്ടിൻജൻസി പ്ലാനിനെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്നത് കോസ്റ്റ് ഗാർഡായിരിക്കും. ഈ അടുത്ത MSC എൽസ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ മുങ്ങിയല്ലോ, അപ്പോൾ അതിലൊരു ഓയിൽ സ്പിൽ സാധ്യത കണ്ടിരുന്നല്ലോ. അത് ഏത് തരത്തിലാണ് കോസ്റ്റ് ഗാർഡ് തടഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ ചെയ്തു? ആദ്യമായി ചെയ്തത് അവരിലെ ക്രൂവിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ കയറി പിന്നെ ഓയിൽ പൊല്യൂഷൻ അതിൽ നിന്ന് അധികം ഉണ്ടായിട്ടില്ല. കാരണം അതൊരു ടാങ്കർ അല്ല, അതൊരു കണ്ടെയ്നർ ഷിപ്പാണ്. അതിനുപയോഗിക്കാനുള്ള ഓയിലേ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ടുള്ളൊരു ഓയിൽ സ്പിൽ കേരളത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ടാങ്കർ മുങ്ങി, ഒരു ടാങ്കർ പൊട്ടി, അതിലുള്ള എല്ലാ എണ്ണയും പുറത്ത് വന്നു, അത് മില്യൺസ് ഓഫ് ടൺസ് ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ അതിന് ഒരുപാട് ചെയ്യാനുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒറ്റ കിണറ്റിലും വെള്ളം കിട്ടില്ല, ഓയിലായിരിക്കും വരിക. കടലിൽ ഓയിൽ സ്പില്ലായാലും നമ്മുടെ കിണർ പൊല്യൂട്ടഡ് ആവും. കാരണം ഓയിൽ വെള്ളത്തിനടിയിൽ കൂടെ ഭൂഗർഭത്തിൽ കൂടെ തന്നെ വന്നിട്ട് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലേക്ക് എത്തിപ്പെടും. അതൊന്നും ഇപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതകളില്ല. അത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പലുകളൊക്കെ ഡബിൾ ഹള്ളാണ്, ആങ്കർ. ടാങ്കേഴ്സിൻ്റെ ഹള്ള് 2 ഉണ്ടാവും. അതായത് അകത്തുള്ളത് പൊട്ടിയാൽ തന്നെ ഓയിൽ പുറത്ത് വന്നാലും
പുറത്തുള്ളത് അങ്ങനെയുള്ള പല സംവിധാനങ്ങളും പക്ഷെ ഇതുപോലെ മുങ്ങിപ്പോയാൽ അത് ഓയിൽ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഹള്ള് കടന്ന് പുറത്ത് വരില്ല. അത് മുങ്ങിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 അങ്ങനെ സംഭവിച്ചത്. അതല്ല, ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുമായിട്ട് യാതൊരു ബന്ധമല്ല. ഓരോ കപ്പൽ മുങ്ങുമ്പോഴും ഓരോ തരത്തിലുള്ള അനുഭവം, ഒരേ മാതിരി 2 കപ്പൽ മുങ്ങില്ല ഒരിക്കലും. അത് തന്നെയാണ് പ്ലെയിൻ ക്രാഷിലും വരുന്നത്. പക്ഷെ എന്നാലും സാർ, നമ്മൾ ഒരിക്കലും ഒരു കാര്യം സംഭവിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സപ്പോസ് അത്തരത്തിലുള്ള ഓയിൽ ഒരു ടാങ്കർ, ഒരു ഷിപ്പാണ് മുങ്ങിയതെങ്കിൽ നമ്മുടെ മുന്നിൽ, നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ മുന്നിലുള്ള ദൗത്യങ്ങൾ എന്തായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട്? അവർക്ക് എത്ര വരെ, എന്തൊക്കെ കാര്യങ്ങൾ വരെ അവർക്ക് തടയാൻ പറ്റും? ഇത് തടയേണ്ടത് കോസ്റ്റ് ഗാർഡാണ്. അപ്പോൾ അതിന് കോസ്റ്റ് ഗാർഡിൻ്റെ അടുത്ത് മറുപടി കിട്ടില്ല. കാരണം കോസ്റ്റ് ഗാർഡിന് അറിയാം അത് മുങ്ങില്ല എന്നുള്ള കാര്യം. അതായത് ഓയിൽ ഉള്ളത് മുങ്ങില്ല എന്നാ പറയുന്നത്. ഓയിൽ ടാങ്കേഴ്സ് മുങ്ങാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതെന്തുകൊണ്ടാണ്? അതിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നമ്മുടെ അന്താരാഷ്ട്രീയ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതില്ലാതെ കപ്പൽ ഓടിക്കാൻ പറ്റില്ല. MV വാൻഹായ് 503 എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പലിന് തീ പിടിച്ചല്ലോ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളുടെയും മനസ്സിൽ തോന്നിയൊരു സംശയമാണ്, ചുറ്റിലും കടലാണ്, വെള്ളമാണ്, ഇത്രയും വെള്ളം ഉണ്ടായിട്ടും അതങ്ങോട്ട് ഒഴിച്ച് കെടുത്തിയാൽ പോരായിരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സാധനം തീ പിടിച്ചിട്ട് അണയ്ക്കാൻ ഇത്രയധികം സമയം എടുത്തത് എന്തുകൊണ്ടാണ്? ഒരു കപ്പലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ അണയ്ക്കാൻ കപ്പലിനകത്തുള്ള അവരാണ് ശ്രമിക്കേണ്ടത്. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷകൾ പാസ്സാവാതെ അവർക്ക് കപ്പലിൽ ജോലി ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ വാസ്തവത്തിൽ ഒരു കപ്പലിന് തീ പിടിക്കുകയാണെങ്കിൽ യുദ്ധത്തിലല്ല, യുദ്ധകാലത്തുള്ള വേറെ തരത്തിലാണ്. ഇതുപോലെ നടന്നിട്ടുള്ള കപ്പലുകൾ തീ പിടിക്കുകയാണെങ്കിൽ അവരാണ് അതിന് ആദ്യമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അതിന് എല്ലാവർക്കും ട്രെയിനിങ് ഉണ്ട്. മാസ്റ്റർ മുതൽ ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് വരെ ഞാൻ വരെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവരാണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത്ര എളുപ്പത്തിൽ കപ്പലിൻ്റെ തീ അണക്കാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ ഭയങ്കര അപക്വമായ ചോദ്യമായിട്ട് തോന്നാം. എങ്കിലും ഇപ്പം നമ്മൾ കിണർ വെറ്റിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ കൊണ്ടുപോയിട്ട് പൈപ്പ് ഇട്ടിട്ട് കിണറ്റിലെ വെള്ളം മുഴുവൻ എടുത്ത് പുറത്തേക്ക് ആക്കുന്നില്ലേ? അതുപോലെ വലിയ സംവിധാനത്തിലുള്ള ഒരു പമ്പയായിട്ട് പോയി കടലിലെ വെള്ളം എടുത്തിട്ട് ഈ കപ്പലിൽ കെടുത്തിയാൽ പോരായിരുന്നോ? മതിയായിരുന്നു. അതിന്റെ പ്രായോഗിക പ്രശ്നം എന്താ സാറ് പറ, ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് കപ്പലിൽ അവിടെ നിന്ന് വെള്ളം, കപ്പലിൽ തീ അണക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അണയ്ക്കുക. പക്ഷേ ആ വെള്ളം അവിടെ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി മാറും കപ്പലിൻ്റെ. അപ്പോൾ കപ്പൽ ക്യാപ്സൈസ് ടിൽറ്റ് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട്. അത് ആദ്യത്തെ കപ്പലിന് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ കപ്പലിൽ വെള്ളവും തീയും രണ്ടും അപകടകാരിയാണ് കപ്പലിനകത്ത്. വെള്ളം ഒരു വഴി മാത്രമാണ്. ഓയിലിനാണ് തീ പിടിച്ചതെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഫോം ഉപയോഗിച്ച് കടത്തണം. ഇലക്ട്രിക്കൽ തീയാണെങ്കിൽ വേറെ തരത്തിൽ ചെയ്യണം. അങ്ങനെ 4-5 പ്രത്യേക വഴികളുണ്ട് ചെയ്യുവാൻ. വെള്ളം മാത്രമല്ല, ചില സ്ഥലത്ത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പൊതുവെ ഇത്തരത്തിൽ കപ്പലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം എടുക്കും അണയ്ക്കാന്ന് തന്നെയാണോ പറയുന്നത്? കോസ്റ്റ് ഗാർഡ് എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കോസ്റ്റ് ഗാർഡ് തീ അണക്കുന്ന ഒരു സംവിധാനമല്ല. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ കോസ്റ്റ് ഗാർഡ് അതിന് തീ പിടിക്കുന്നതിന് കോസ്റ്റ് ഗാർഡ് പോകാൻ പാടില്ല എന്നുള്ള ഓർഡർ വരെയുണ്ട്. അതെന്താ കാരണം? കാരണം നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണ് കോസ്റ്റ് ഗാർഡ്. അത് വേറെ തന്നെ പല പ്രൈവറ്റ് കമ്പനികളുണ്ട്, അവരെ വിളിക്കുകയാണ്. ഉടമസ്ഥന്മാർ ചെയ്യേണ്ടത്. ഒന്നാമത് ഇവരൊക്കെ ഉടമസ്ഥന്മാരാണ്, വലിയ വലിയ ബിസിനസ്സുകാരാണ്. അവർക്ക് വേണ്ടി അല്ലല്ലോ ഒരു ഗവൺമെൻറ് സംവിധാനം നിൽക്കുന്നത്. നമ്മൾ ഗവൺമെൻറ് സംവിധാനം സാധാരണ ജനങ്ങൾക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവരെ സഹായിക്കുന്നു. അവർ സഹായിച്ചാൽ തന്നെ അവരിൽ നിന്ന് കാശ് വാങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് കോസ്റ്റ് ഗാർഡിനെ പിടിക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടി, അപ്പോൾ അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പല സംവിധാനങ്ങളെയും വിളിക്കുന്നതാണ് നല്ലത്. അതേസമയം കോസ്റ്റ് ഗാർഡിന് വേറെ പല സംഗതികൾക്കും കള്ളക്കടത്ത് പിടിക്കുന്ന മാഡം പറഞ്ഞ മാതിരി അതിൻ്റെ പിന്നാലെ പോകാൻ സാധിക്കും. പക്ഷേ മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യജീവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് കോസ്റ്റ് ഗാർഡിന്റെ ചുമതലയാണ്. അത് 2 സ്ഥലത്തും കോസ്റ്റ് ഗാർഡ് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഈ ശ്രീലങ്ക, പാകിസ്ഥാന് ഒക്കെ ആയിട്ട് നമ്മൾ സമുദ്ര അതിർത്തി പങ്കിടുന്നുണ്ടല്ലോ. കര അതിർത്തിയിൽ സംഘർഷങ്ങൾ പലതും ഉണ്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചൈന ആയിട്ടുള്ള സംഘർഷം, പാകിസ്ഥാനായിട്ടുള്ള സംഘർഷമൊക്കെ കാണുന്നുണ്ട് കര അതിർത്തിയിൽ. അതുപോലെ സമുദ്ര അതിർത്തിയിൽ നമുക്ക് വല്ല സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ടോ? ശ്രീലങ്കയുമായിട്ടുള്ള സമുദ്രാതിർത്തിയിൽ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ അതിർത്തി ഭേദിച്ച് ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കൻ നാവികസേന വന്ന് അവരെ തടയാറുണ്ട്, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കോസ്റ്റ് ഗാർഡ് അവരുമായി ഇടപെടാറില്ല. പക്ഷേ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ കോസ്റ്റ് ഗാർഡ് അതിനുവേണ്ടിയുള്ള സഹകരണം ചെയ്തു കൊടുക്കും. അവിടെ ഡിസ്കഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ കോസ്റ്റ് ഗാർഡ് അവരെ തടയാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മുടെ തൊഴിലാളികൾ പോകുന്നത് നമ്മുടെ അതിർത്തി കടന്നിട്ട് അവരുടെ സ്ഥലത്തേക്കാണല്ലോ. അതുപോലെ നാളെ ശ്രീലങ്കക്കാരും വരാം. ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾ അതിർത്തി കടന്ന് ഇന്ത്യൻ അതിർത്തി, ഞാൻ ഒറീസയിൽ വരെ കണ്ടിട്ടുണ്ട് അവരെ.
അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചിലപ്പോൾ നമ്മൾ അവരെ തിരിച്ചയക്കുകയും ചെയ്യും, ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം കാരണം. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പെരുമാറുക ആ സമയത്ത്. അല്ലാതെ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡും പാകിസ്ഥാൻ്റെ കോസ്റ്റ് ഗാർഡും തമ്മിൽ ആക്രമണം നടക്കാറില്ല. പക്ഷേ ചില ഭാഗത്ത്, ഉദാഹരണം ചൈനയുടെ കോസ്റ്റ് ഗാർഡും സൗത്ത് കൊറിയയുടെ കോസ്റ്റ് ഗാർഡും തമ്മിൽ, ഫിലിപ്പീൻസിൻ്റെ കോസ്റ്റ് ഗാർഡും തമ്മിൽ ഒരുപക്ഷേ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്, ജപ്പാൻ കോസ്റ്റ് ഗാർഡുമായിട്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ മെച്യൂർഡായിട്ടാണ് ഈ സമയത്തൊക്കെ പെരുമാറാറുള്ളത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പല തരത്തിലും. അപ്പോൾ കോസ്റ്റ് ഗാർഡിന് വേറൊരു കോസ്റ്റ് ഗാർഡുമായിട്ട് നല്ല ബന്ധങ്ങളാണ് ഉള്ളത്. മാത്രമല്ല നമ്മൾ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിലെ കോസ്റ്റ് ഗാർഡ് നമ്മൾ അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡുമായിട്ട് നല്ല ബന്ധത്തിലാണുള്ളത്. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ എതിർക്കുമെങ്കിലും ഞാൻ പാകിസ്ഥാനിൽ പോയിരുന്നു, പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കരയിലെ അതിർത്തി നിർണ്ണയിക്കുന്നത് പലപ്പോഴും വേലികളുണ്ടാവും, വലിയ പർവ്വതങ്ങളുണ്ടാവും, പുഴകളൊക്കെ ഉണ്ടാവും. പക്ഷെ സമുദ്രത്തെ സംബന്ധിച്ച് അത് ആകെ പരന്നു കിടക്കുന്ന ഒരു സാധനമല്ലേ. അപ്പം അവിടുത്തെ ഈ എന്താ പറയുക, സംരക്ഷണ സേനയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് നമ്മുടെ അതിർത്തിയാണ് അവരുടെ അതിർത്തിയാണെന്നുള്ളത് എങ്ങനെയാണ്, എന്ത് എക്വിപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്? സമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്താണ് ഭാഗം എന്ന്. അത് ഏകദേശം പരിചയം കൊണ്ട് മനസ്സിലാക്കാം. രണ്ടാമത് സമുദ്രത്തിലെ ഏത് പൊസിഷനും ഏത് സ്ഥാനവും നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കി അക്ഷാംശം രേഖാംശം നോക്കി ചെയ്യാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുള്ള ചാർട്ടുണ്ട്, അതിനുള്ള മാപ്പുകളുണ്ട്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഈ സൈനികരൊക്കെ ചില സമയത്തെ കരസേനയിലുള്ളവരൊക്കെ അറിയാണ്ട് അതിർത്തി കടന്നു പോയിട്ട് പിടിക്കപ്പെടാറുണ്ടല്ലോ. ആ തരത്തിൽ സമുദ്രത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ അതിർത്തി കടന്ന് അകത്തേക്ക് വരുന്നവർ നമ്മളധികം കണ്ടെന്ന് വരില്ല. കാരണം നമ്മുടെ ശരിയായിട്ടുള്ള അതിർത്തി തീരപ്രദേശത്ത് നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽസ് പോയി കഴിഞ്ഞാലും അതൊക്കെ നമ്മുടെ സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ആരും പെട്ടെന്ന് അതിർത്തി കടന്ന് വരുന്നത് നമ്മൾ കാണാറില്ല. വരുമ്പോൾ തന്നെ നമുക്ക് ഒബ്സർവേഷൻ കിട്ടും. കാരണം കടൽ എല്ലാ കോസ്റ്റ് ഗാർഡ്, പ്രത്യേകിച്ചും കോസ്റ്റ് ഗാർഡിൻ്റെ ഓപ്പറേഷൻ സെൻറ്റേഴ്സ് കടലിൽ എന്താണ് നടക്കുന്നതെന്ന് വീക്ഷിക്കുന്നുണ്ട്, അവർക്കറിയാം. അപ്പോൾ അവിടെ ആരും അതിർത്തി കടന്ന് അവിടെ വിളിച്ച് പറയും, അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അപ്പോൾ ഉടനെ അവർ മാറും. പിന്നെ നമ്മുടെ അതിർത്തിയിൽ കൂടെ തന്നെ പല വിദേശ കപ്പലുകൾക്കും പോകാനുള്ള സ്വാതന്ത്ര്യം അന്താരാഷ്ട്ര നിയമത്തിലുണ്ട്. അല്ല, നമ്മൾ അങ്ങോട്ടേക്ക് അറിയാണ്ട് കടന്നു പോകുന്ന, നമ്മൾ അങ്ങോട്ട് അറിയാതെ കടന്നു പോകുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളൊക്കെ പോകാറുണ്ട്, അത്യാവശ്യം വേണ്ടി വന്നാൽ. അങ്ങനെയുള്ളത് അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളറിയാതെ ഒരു ബോട്ടോ കപ്പലോ വരുവാണെങ്കിൽ അത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടെത്തുക? ഇത്തരത്തിലുള്ള ഒരു എൻക്രോച്ച്മെന്റ് ഉണ്ട്. ഒന്ന്, കോസ്റ്റ് ഗാർഡിന്റെ പെട്രോൾ ഉണ്ടാവും, റെഗുലർ പെട്രോൾസ് കണ്ടുപിടിക്കും. എന്തിലാണ്? സ്പീഡ് ബോട്ടിലാണോ അതോ കപ്പലിലാണോ? എല്ലാ കപ്പലുകളിലും കാണാം. വിമാനങ്ങൾ അതിനല്ലേ ഉള്ളത്, വിമാനങ്ങൾ പറക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. അത് 24/7 പറക്കുന്നതാണ്. കോസ്റ്റ് ഗാർഡ് 24/7 ആക്റ്റീവാണ് കടലുകളിൽ, ആകാശത്തും വെള്ളത്തിലും. അത്തരത്തിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ പിടിക്കപ്പെട്ട ചില കേസുകൾ അല്ലെങ്കിൽ തടഞ്ഞ ചില വലിയ ക്രൈമുകളൊക്കെ ഒന്ന് പങ്കുവെക്കും. പക്ഷെ പണ്ട് കാലത്ത് കള്ളക്കടത്ത് വരുന്നവർ കണ്ടുപിടിച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ കള്ളക്കടത്തിലാണ്. അപ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ വരാറില്ല. കടലിൽ നമ്മൾക്ക് ഒരു കപ്പൽ പോകുമ്പോൾ ഒരു ലൈനിൽ കൂടിയാണ് പോകുക എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ചെലവ് ചുരുങ്ങി പോകാൻ പറ്റും. പക്ഷേ കള്ളക്കടത്തുകാരും കുറ്റവാളികളും കുറ്റം ചെയ്യുന്നവരും കടൽ മുഴുവനും ഉപയോഗിക്കും. കണ്ണിൽ പെടാതിരിക്കാൻ പല വഴികളിലും പോകും. പക്ഷെ അവർക്കും പ്രശ്നങ്ങളുണ്ട്, അവർക്കും ബുദ്ധിമുട്ട് വരാം. കടൽ എന്ന് പറയുന്ന കടൽ തന്നെ ഒരു പ്രത്യേക സ്ഥലമാണ്, അവിടെ അത്ര എളുപ്പമല്ല ജീവിക്കാൻ. നേർവഴിയിലല്ല യാത്ര എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആദ്യ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് അവൻ ഇവിടെ, ഈ കപ്പൽ ഇവിടെ എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര ഡിസൈനിലുള്ള ഒരു ബോട്ട് ഞാൻ ഗുജറാത്തിൽ കാണുന്നത്? അപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ കള്ളക്കടത്തായിരിക്കും, അധികം ഇല്ലീഗലായിരിക്കും അതിൻ്റെ. ഞാൻ അങ്ങനെ എത്രയോ പിടിച്ചിട്ടുണ്ട്. ഓരോ ഷിപ്പിനും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് എവിടെ ഉണ്ടാക്കിയതാണ്, എന്തിനുണ്ടാക്കിയതാണ്, എന്താ. പിന്നെ അതിൻ്റെ ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ഷിപ്പിന് ഒരു പേരുണ്ടാകും. ആ ഷിപ്പ് കണ്ടാൽ ഞാൻ പറയും അതാണ് പേര്. പക്ഷെ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്. അതിലെന്തോണ്ട് അപ്പം ബോഡി ചെയ്യും, ഞങ്ങൾ അതിൽ കയറിക്കൂടും, എന്നിട്ട് അവിടെ ചോദ്യം ചെയ്യും. അങ്ങനെയുള്ള ഒരു ചോദ്യം നടത്തിയുള്ള ക്യാപ്റ്റൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ക്യാപ്റ്റൻ, അദ്ദേഹം കള്ളക്കടത്ത് നടത്തി ഒരുപാട്. അദ്ദേഹത്തിനെ പിടിച്ചു. ഞങ്ങൾ ഇന്ത്യക്കാരനല്ല. ചോദ്യം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ടോയ്ലറ്റിലേക്ക് പോയി ആളുടെ തിരിച്ചു വന്നില്ല. നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പല സാധനങ്ങളായിരുന്നു. അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ലഹരി പദാർത്ഥം ഒരു പ്രത്യേക രാജ്യത്തിനടുത്ത് വേറെ വളരെ ദൂരെയുള്ള രാജ്യത്ത് കൊടുത്തിട്ട് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങളിൽ പെട്ടു. പിന്നെ ഒരു ഷിപ്പ് കൊണ്ടുപോകേണ്ട
കാർഗോ അല്ല ആ ഷിപ്പ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൽ നമുക്ക് സംശയിക്കാം, പലതരത്തിൽ നമുക്ക് അതെങ്ങനെയാ മനസ്സിലാവുക ആ കാർഗോ അല്ല അവർ കൊണ്ടുപോകുന്നുള്ള? കപ്പലിൽ ഏതെങ്കിലും നമ്മുടെ തുറമുഖത്ത് വന്നു, അവിടെ കസ്റ്റംസുകാർ പോയി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അടുത്ത പോർട്ടിലേക്ക് പോകേണ്ട ചില സാധനങ്ങളുണ്ടാവും. ആ സാധനങ്ങൾ അവിടെ പോകേണ്ടതല്ല, വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടതാണെന്ന് ചിലപ്പോൾ ഇവർ സംശയം തോന്നി അവർ ഞങ്ങളെ വിളിക്കും, കോസ്റ്റ് ഗാർഡിനെ വിളിക്കും. കടലിൽ നമ്മുടെ സമുദ്ര ഭാഗത്തു കൂടി പോകുന്ന ഒരുവിധം ഷിപ്പുകളുടെയൊക്കെ സഞ്ചാരപാത അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നൊക്കെ ഉള്ള വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിലുണ്ടാവും? ഏകദേശം. കോസ്റ്റ് ഗാർഡ് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഗാർഡിൻ്റെയും കുറേയൊക്കെ ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ്, അവരാണല്ലോ ഇതൊക്കെ ഷിപ്പിങ്ങിൻ്റെ എല്ലാ ഏർപ്പാടുകളും നോക്കുന്നത്. അവരുടെ കയ്യിലുണ്ടാകും, ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാകും ഒരു വക. ഇത്തരത്തിലുള്ള കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെ, അതെന്ത് കടത്തു ആയിക്കോട്ടെ, എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പലിൽ നിങ്ങൾ കയറുമ്പം ഏതെങ്കിലും ഘട്ടത്തിൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാറില്ല, കാരണം ഞങ്ങൾക്ക് അവരെക്കാളും ശക്തിയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആക്രമിക്കാറില്ല അവർ. അങ്ങനെ സംഭവിച്ചു അതൊക്കെ സിനിമയിലൊക്കെ കാണുള്ളൂ. പൈററ്റ്സ് നമ്മുടെ ഏരിയയിൽ ഇല്ലല്ലോ. അവരുടെ അടുത്ത് പൈററ്റ്സ്, കള്ളക്കടത്തുകാർ, ഒരു കടൽ കൊള്ളക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ഭാഗത്തും ഉണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവണ്ടല്ലോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടൽ കൊള്ളക്കാരെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഒരു തരത്തിലും പ്രതിരോധിക്കില്ല, അങ്ങോട്ട് കീഴടങ്ങുക ചെയ്യാം? ഇല്ല, കീഴടങ്ങുക ചെയ്യുക. കാരണം നമ്മൾ ഹെലികോപ്റ്ററും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ അവർ. നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അപ്പം ഒരു മിഷന് പോകുമ്പോൾ എന്തൊക്കെ ഫ്ലീറ്റാ നമ്മുടെ കൂടെ ഉണ്ടാവുക? ഒരു മിഷന് പോകുമ്പോൾ കോസ്റ്റ് ഗാർഡ് പോവുകയാണെങ്കിൽ അതിന് ബാക്കിയുള്ള വേറെ ഷിപ്പുകളുണ്ടാകും, വേറെ കപ്പലുകളുണ്ടാകും, വിളിച്ചെത്തുന്ന തരത്തിൽ വിമാനങ്ങളുണ്ടാകും, ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാകും, കപ്പലിൽ തന്നെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പം നമ്മൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ വല്ലാതെ അതുകൊണ്ട് തന്നെ ആയിക്കോളണം എന്നില്ല. കാരണം അവർക്ക് പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകും. കാരണം എന്തെന്നെ അവർ ആക്രമിച്ചാലും അവർക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കും? അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ശക്തികൾ വരില്ലേ? ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഓപ്പറേഷൻ സാഗര രക്ഷ അങ്ങനെ എന്തൊക്കെയോ പേരിൽ. അങ്ങനെ ഏതൊക്കെ കോസ്റ്റ് ഗാർഡുകളുമായി ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്? ആദ്യത്തെ ബന്ധം സ്ഥാപിച്ച ജപ്പാൻ കോസ്റ്റ് ഗാർഡിലായിരുന്നു. കാരണം അവരുടെ ഒരു വലിയ കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചി കൊണ്ടുപോകുമ്പോൾ നമ്മൾ പിടിച്ചു കൊടുത്തു അവർക്ക്. അന്ന് ഞാൻ അതിൻ്റെ ഡയറക്ടർ ഓപ്പറേഷനായിരുന്നു. അതൊരു വലിയ സംഭവമായിട്ടാണ് ലോകം കണ്ടിട്ടുള്ളത്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പ്രത്യേക കടൽ കൊള്ളക്കാരെ ഇങ്ങനെയുള്ള പിടിച്ച ഒരേ രാജ്യം ഇന്ത്യയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു കപ്പൽ റാഞ്ചി കൊണ്ടുപോവുക, ഏറ്റവും പുതിയ കപ്പൽ, എന്നിട്ട് അത് വേറെ രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുക. അതിനുള്ള കടൽ കൊള്ളക്കാരായിരുന്നു. സൗത്ത് ചൈന സീയിൽ നിന്ന് കടൽ കൊള്ള നടത്തിയ ഒരു കപ്പൽ അതിനെ വേറെ രാജ്യത്തെ കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് നമ്മൾ ഇന്ത്യ അറസ്റ്റ് ചെയ്തു. അത് തിരിച്ച് ആ ജപ്പാൻകാരുടെ കപ്പലായിരുന്നു, അവർക്ക് കൊടുത്തു. അതിനുശേഷം വളരെയധികം അവർ നമ്മുടെ സഹായം തേടിയതാ. ജപ്പാൻ സഹായം തേടി, ഇന്ത്യയുടെ സഹായം തേടി. പിന്നെ ഇന്ത്യ അതിന് ഇറങ്ങി പുറപ്പെട്ടു. അത് വളരെ സമയമെടുത്തു, പക്ഷേ ചെയ്യാൻ സാധിച്ചു ഞങ്ങൾക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാനുമായിട്ട് നമ്മൾ പല എഗ്രിമെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മിഷനെ ഒന്നും കൂടി വിശദീകരിക്കുമോ? ഒരു കപ്പൽ സൗത്ത് ചൈന സീയിൽ വെച്ച് കടൽ കൊള്ളക്കാർ റാഞ്ചുന്നു. അവരെങ്ങനെയാണ് റാഞ്ച്? ക്യാപ്റ്റനെ തടവിലാക്കും? അതെ, അവർ ബോർഡ് ചെയ്തിട്ട് അതിലൊക്കെ കയറി കൂടിയിട്ട് ക്യാപ്റ്റനെയും ബാക്കിയുള്ളവരെയും തടവിലാക്കിയിട്ട് കപ്പലിൽ നിന്ന് മാറ്റി. പിന്നെ അത് പോകുന്നതിനെ നമ്മൾ മോണിറ്റർ ചെയ്തു. അപ്പോൾ മനസ്സിലായത് ഇന്ത്യ സമുദ്രത്തിൽ കൂടെയാണ് പോവുക, വടക്ക് ഭാഗത്തേക്കാണ് പോവുക എന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതിന് വേണ്ട സംഗതികൾ ചെയ്തു. അതിനെ തിരയാൻ വേണ്ടി നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടു. ഏകദേശം 30 മണിക്കൂറോളം സമയമെടുത്തിട്ട് എൻ്റെ ഒരു ഓഫീസർ, അവൻ്റെ ചെറിയ ഷിപ്പായിരുന്നു, ഇതിനെ അറസ്റ്റ് ചെയ്തു. ഒരു വ്യക്തിയും ഭക്ഷണം വരെ കഴിക്കാതെ 20 വ്യക്തികൾ 30ഓളം മണിക്കൂർ അതിൻ്റെ പിന്നാലെ പോയിരുന്നു. ബാക്കിയുള്ള കപ്പലുകൾ വേറെ പല സ്ഥലത്തും തിരയുന്നുണ്ട്. ഇതിനെ കണ്ട ഈ ഷിപ്പാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ കപ്പൽ ജപ്പാന് തിരിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അതിനെപ്പറ്റി ഒരു നല്ലൊരു അന്താരാഷ്ട്രീയ തലത്തിൽ നമ്മൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. അതിൽ ഒരാൾ ചൈനക്ക് വേണ്ട ഒരാളായിരുന്നു. ഈ ഫോട്ടോ കണ്ടപ്പോൾ ചൈന ചോദിച്ചു, അയാളെ നമ്മൾ ചൈനക്ക് കൊടുത്തു. അവിടെ വെച്ച് ചൈനയിൽ വധശിക്ഷയാണെന്ന് തോന്നുന്നു ഇവർക്ക്. അവന് വധശിക്ഷ കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ചൈന അവിടെ കൾപ്രിറ്റായിട്ട് കണ്ടിരുന്ന ആണ്. അപ്പം ഇതിലാണ് ഈ അന്താരാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ വരുന്നത്. ആ നയതന്ത്ര ബന്ധത്തിനോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ 14 രാജ്യങ്ങൾ ഒരു റീജിയണൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിന് സിംഗപ്പൂരിൽ അതിനുള്ള സ്ഥാനം ഉണ്ടാക്കി, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി.
അതിനുള്ള ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത് ഞാനായിരുന്നു. 3 വർഷം ഞങ്ങൾക്ക് എടുത്തു അത് ശരിയായിക്കൊണ്ട് ഒരു നിയമാവലി, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ. ഈ ഇപ്പോൾ സൈക്ലോണുകളൊക്കെ വരുമ്പോഴൊക്കെ കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴൊക്കെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പെടുന്നത് ഏതാണ്ട് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും രക്ഷകരായിട്ട് എത്തുന്നത് കോസ്റ്റ് ഗാർഡാണ്. എങ്ങനെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയും? ഒരുപാട് കണക്ക് കൂട്ടാനുണ്ട് പലതരത്തിലും. എവിടെയാണ് ഇപ്പം നമ്മൾ പുറപ്പെട്ടു പോകുന്നു, ആ പുറപ്പെട്ടു പോകുന്ന സമയത്ത് ഈ വ്യക്തി ഇവിടെയായിരുന്നു, അവിടെ നമ്മൾ എത്തുമ്പോൾ ആ വ്യക്തി എവിടെ എത്തും നമ്മൾ കണക്ക് കൂട്ടണം. കാരണം ഒരുപാട് ടൈഡ് ഉണ്ടാകും, കാറ്റടിച്ചിട്ടും ആളുകൾ മൂവ് ചെയ്യാമല്ലോ, കരയിലുള്ള മാതിരി അല്ലല്ലോ അവർ. ഇവിടെ ആയിരിക്കും വ്യക്തി ഉണ്ടാവുക, പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ വ്യക്തി ഇവിടെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വളരെ കാൽക്കുലേഷൻസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ചും ഓഫീസേഴ്സിനാണ്. ഈ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ രക്ഷാപ്രവർത്തനം നടക്കുമോ? എല്ലാ രാത്രിയൊക്കെ പോകുന്ന ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും കോസ്റ്റ് ഗാർഡിനുണ്ട്, കപ്പലുകളുണ്ട്. 10,000-ലധികം ആളുകളുടെ ജീവൻ ഇപ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ്. സാർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഗതി. ഇത്തരത്തിൽ സാർ ഉൾപ്പെട്ട കോസ്റ്റ് ഗാർഡ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലും മറ്റു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഒക്കെ സാറിന് അങ്ങനെ ഏതെങ്കിലും ഭയങ്കര ഹോണ്ട് ചെയ്ത് ഭയങ്കര ടച്ച് ചെയ്ത ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഒരു പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഞാൻ കുറേ പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. കാരണം അവർ വളരെ ഉള്ളോട്ട് വന്ന് നമ്മുടെ മത്സ്യസമ്പത്തിനെ എടുക്കുകയാണ്. അറസ്റ്റ് ചെയ്തു. 32 പേരുണ്ട്. വളരെ പ്രായപ്പെട്ട ഒരു വ്യക്തി, ചെറിയ 2-3 കുട്ടികൾ. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരും ജോലിക്കാരാണ് അവിടെ. അവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസർമാരോട് പറഞ്ഞു, ഞാൻ സെക്കൻഡ് ഇൻ കമാൻഡാണ്. എൻ്റെ ബോസിനോട് ഞാൻ പറഞ്ഞു, സാർ ഇത് ഞാനൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോർബന്തറിൽ കോടതിയിൽ വരെ കൊണ്ടുപോകാൻ. പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കടലിൽ വെച്ച് ആദ്യമായിട്ട് പിടിക്കുകയാണ്. 82 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരെ വെറും അറിയാതെ വന്നുപെട്ടവരാണ് ഇവരൊക്കെ. ട്രസ്പാസ്, അവിടെ ഞങ്ങൾ ബോർഡർ അതിർത്തി ശരിയായിട്ടില്ല. ഇന്ത്യ പാക് ബോർഡർ ഒഴിഞ്ഞു കിടക്കുന്ന ബോർഡറാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ഡിമാർക്കേഷനും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിയമപരമായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഏതാണ് ബൗണ്ടറി ലൈൻ ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ, നമുക്ക് 2 ബോട്ടും 30ഓളം മത്സ്യത്തൊഴിലാളികളുമുണ്ട്. അവരെ കൊണ്ടുപോയി നമ്മൾ അറസ്റ്റ് ചെയ്താൽ ഇവിടെ കേസൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവും. അവർക്കൊക്കെ ഭാര്യയും മക്കളും ഒക്കെ വീട്ടിലുണ്ടാകും, പാവങ്ങളാണ്. കുറച്ച് മത്സ്യം പിടിച്ചു, ശരിയാണ്, നമ്മൾ വെറുതെ ചോദിച്ചാൽ തന്നെ നമ്മൾ കൊടുത്തേക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവിടെ തിരിച്ചയച്ചുകൂടാന്ന് ചോദിച്ചു. ഞാൻ തന്നെ ഒരു പ്രത്യേക മെസ്സേജ് ഉണ്ടാക്കി എൻ്റെ ബോസിന് അയച്ചു, ഡൽഹിയിലേക്ക്. അദ്ദേഹം ഉടനെ, അവിടെയുള്ള എൻ്റെ ബോസ് ഉടനെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലേക്കും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്കും അയച്ചു. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ തിരിച്ചയക്കാൻ, മാപ്പ് കൊടുത്ത് തിരിച്ചയക്കാം, കോടതിയിൽ സമർപ്പിക്കരുത്, പിന്നെ ഇവരെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കും 5 വർഷം മിനിമം, വീട്ടുകാർക്ക് അറിയില്ല ഇവിടെ പോയി. എന്നിട്ട് പുലർച്ചക്ക് അവിടെ എത്തി, പോർബന്തറിലെത്തി. അതാണ് ഡെസിഗ്നേറ്റഡ് കോർട്ട്. പക്ഷേ ഞാൻ പോലീസിനെയോ ആരെയും ഏൽപ്പിച്ചില്ല, കോടതിയെയും ഏൽപ്പിച്ചില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഏൽപ്പിച്ചാൽ മതി. ഞാൻ അവരെ കയ്യിൽ തന്നെ വെച്ച് അവിടെ കരയിലിരുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ കടലിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവന്നില്ല. വൈകുന്നേരം എനിക്ക് സമയത്ത് ഒരു മെസ്സേജ് കിട്ടി, ഗവൺമെൻറ് തിരിച്ചയക്കാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ തന്നെ തിരിച്ചവരെ കൊണ്ടുപോയി അവിടെ വിടണം, പാകിസ്ഥാൻ അതിർത്തിയിൽ. അതിന് ഒരു രാത്രിയും കൂടെ ഇനിയും പിടിക്കും. ആ മനുഷ്യർ സാറിനെ എല്ലാ കാലത്തും സ്മരിക്കുന്നുണ്ടാവും. അവരെ തിരിച്ചയക്കുമ്പോൾ ആ പ്രായമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ തിരിച്ചയക്കുകയാണ്, വിഷമിക്കാനൊന്നുമില്ല. അയാൾ ഉടനെ എൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്തുനിന്ന് നോക്കുമ്പോഴേ ഒന്ന് പാകിസ്ഥാനാണ്, പിന്നെ ഒന്ന് എൻക്രോച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുക. ആ തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനൊക്കെ വഴിവെക്കേണ്ട ഒരു സാധനം. പക്ഷെ സാറ് മനുഷ്യ സഹജമായിട്ട് അതിനെ നേരിട്ടു. അന്ന് ഗവൺമെൻറ്റും ആ രീതിയിൽ കണ്ടു എന്ന് വേണം പറയാം, അല്ലേ? പാകിസ്ഥാൻ നമുക്ക് എതിരായിരിക്കാം, പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് എതിര്, പാകിസ്ഥാൻ മനുഷ്യരല്ല. മനുഷ്യൻ പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും ഒരേ മാതിരിയല്ലേ. 2012 ഞാൻ പാകിസ്ഥാനിൽ പോവുകയാണ്. അതും നാവികസേനയുടെ ഒരു കോളേജാണ്. അവിടെ വിദ്യാർത്ഥികളെ കുറിച്ച് പഠിപ്പിക്കാൻ അതിൻ്റെ നാവൽ ചീഫ് എന്നോട് പറഞ്ഞു, സാർ വന്നിട്ടൊന്ന് സഹായിച്ചു തരണം. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ കുറച്ച് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളല്ല, അവരുടെ ഒരു യൂണിയനോ മറ്റോ എനിക്കെതിരായിട്ട് മുദ്രാവാക്യം മുഴക്കി വന്നു. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചീഫുണ്ട്, അദ്ദേഹത്തെ ഉടനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. അവിടെയുള്ള ഓഫീസേഴ്സ് അമേരിക്കക്കാരുണ്ട്, പലരുമുണ്ട്. പലരും പറയുന്ന അദ്ദേഹം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ചീഫാണ്, ഇവർ നമ്മുടെ ആളുകളെ കൊല്ലുന്നുണ്ട് എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത ഒരുതരം ആരോപണങ്ങൾ പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരായിട്ടുണ്ട്. അവിടുത്തെ നാവികസേനയുടെ ചീഫ് എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ പോയത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന പലേരി
26 വർഷം മുമ്പ് നടന്ന സംഭവം. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ചയച്ച വ്യക്തിയാണ് പോലീസിൽ ഏൽപ്പിക്കാതെ എന്നും പറഞ്ഞത്. അതോടെ അവരുടെ എല്ലാം മാറി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 26 വർഷത്തിന് മുമ്പ് ചെയ്തൊരു നല്ല കാര്യം അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകുന്നത്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനൊക്കെ വേണ്ടി പോവുമല്ലോ നമ്മുടെ തന്നെ നാട്ടിലെ, ആ സമയത്ത് അവരുടെ ഒരു സർവൈവൽ എങ്ങനെയാണ്? പലപ്പോഴും എല്ലായ്പ്പോഴും രക്ഷിച്ചെടുക്കാൻ പറ്റാറുണ്ടോ, അതോ ഫാറ്റാലിറ്റി റേറ്റ് കൂടുതലാണോ, എങ്ങനെയാണ്? മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികൾ എത്ര ദിവസം കഴിഞ്ഞിട്ടും ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന അവിടെ പൊന്തിക്കിടക്കുന്ന ആളുകളെ ഹെലികോപ്റ്ററിൽ ആളെ അയച്ചു ഇറക്കി ഹെലികോപ്റ്ററിലേക്ക് വിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷിച്ചിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ടുള്ള 2 പേര് മലയാളികളാണ്? അല്ല, അത് മഹാരാഷ്ട്രക്കാരായിരുന്നു. ബോംബെയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു കേട്ടതാണ്, അതായത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ശക്തിയും ഒക്കെ കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അത് വാസ്തവമാണോ? മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഞാൻ ഭീകരാക്രമണമായിട്ടല്ല ഞാൻ കാണുക. ഇന്ത്യയിലുള്ള ചില സംവിധാനങ്ങളെ അവർ ആക്രമിച്ചു, കുറച്ച് പേര് വന്ന് ആക്രമിച്ചു, അതിന് പാകിസ്ഥാൻ ഒരുപാട് സഹായം ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്. ഒന്നാമത് ഞാൻ ആ സമയത്ത് അവിടെ ഇന്ത്യയിലില്ല. അന്ന് ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഞാൻ ജപ്പാനിലായിരുന്നു. ജപ്പാനിൽ നിന്ന് ഞാൻ ഇത് കേൾക്കുമ്പോൾ ഇത് ഞാൻ 4 വർഷമായി പ്രതീക്ഷിച്ചതാണ്. എന്താ തോന്നാൻ കാരണം? എനിക്കൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് എടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. അതിൻ്റെ ആ റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് ശേഷമാണ് കോസ്റ്റ് ഗാർഡിന് ശക്തി വന്നെന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. കാരണം കോസ്റ്റ് ഗാർഡ് അതിന് മുമ്പ് തന്നെ തുടങ്ങിയ ദിവസം മുമ്പ് തുടങ്ങി അന്നത്തെ ദിവസം വരെ വളരെ കഴിവുള്ള ഒരു സംവിധാനം ഉള്ള ഒരു സായുധ സേനയാണ്. മുംബൈ ഭീകരാക്രമണ സമയത്ത് എല്ലാവരുടെ ഉള്ളിലും വന്നൊരു ചോദ്യമാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം അതിർത്തി കടന്നുകൊണ്ടാണല്ലോ ഭീകരർ എത്തുന്നത്. അപ്പോൾ കോസ്റ്റ് ഗാർഡ് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തടയാമായിരുന്നു എന്നുള്ള ചിന്ത ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതിന് സാറിന് എന്താ മറുപടി ഉള്ളത്? ഈ ഭീകരാക്രമണത്തെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം ജനങ്ങൾക്കറിയില്ല, മാധ്യമങ്ങൾക്കും അറിയില്ല. ചിലർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചിലർക്ക് ഇന്ത്യയിൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഭീകരന്മാർ ചെയ്ത ആക്രമണമായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ആക്രമണങ്ങളാണ്. ഇതുപോലെയുള്ള ഒന്നും ഇനി ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയാൻ കാരണം. ഞാനാണ് ഗവൺമെൻറ്റിൽ ഉള്ളതെങ്കിൽ, ഉയർന്ന ഉദ്യോഗത്തിൽ ഉള്ളതെങ്കിൽ, ഇതിനു വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ ഗവൺമെൻറ് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട് അത്. പിന്നെ കോസ്റ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നോക്കുമ്പോൾ അതിന് തലേന്ന് വരെ പലതരം ഞാൻ മനസ്സിലാക്കിയത് കോസ്റ്റ് ഗാർഡ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നായിരുന്നു. പക്ഷേ അവരെ വെട്ടിച്ചു തിരിച്ച് വന്നു എന്ന് അതും ഒരു പ്രത്യേക തരത്തിൽ. അതിന് ഒരുപാട് സഹായങ്ങൾ പലതരത്തിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. പിന്നെ ഒരു കാര്യത്തിന് ചില ആളുകൾ മുതിർന്ന് ഒരുമ്പെട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇവിടെ ഒരുമ്പെട്ടിറങ്ങിയതാണെന്ന് ഞാൻ പറയില്ല. ചെയ്തവർക്ക് നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. അത് ആ പുറത്തുനിന്ന് വന്നവരായിരിക്കാം സഹായിച്ചിട്ടുള്ളത്, എനിക്കറിയില്ല. കൈ പിടിച്ചകത്ത് കയറ്റിയ മാതിരിയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. ഇതും ഞാൻ പറയാൻ പാടില്ല വാസ്തവത്തിൽ. കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് 600-ലധികം കിലോമീറ്റർ തീരദേശ മേഖലയാണല്ലോ, നമ്മുടെ തീരപ്രദേശമാണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് സമുദ്രാതിർത്തിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പരിരക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിനെ സംബന്ധിച്ചുള്ള റിസ്ക് ഫാക്ടേഴ്സ് ശരിക്കും എന്താണ് ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണിൽ? ഇവിടെ കടലിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ജോഗ്രഫി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഡ്രഗ്, പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന കള്ളക്കടത്തുകൾ, അങ്ങനെ ഒരുതരം എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കേരളത്തിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കും. പണ്ടത്തെ കാലത്ത് കള്ളക്കടത്തായിരുന്നു, പിന്നെ മത്സ്യബന്ധനം, പോച്ചിങ് ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ ഒരുപാട് കപ്പലുകൾ വന്ന് നമ്മുടെ ഏരിയയിൽ വന്നിട്ട് ഡംപിങ് ഉണ്ടാകാം, മലിനീകരണങ്ങൾ ഉണ്ടാകാം, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിനിടയിൽ തൊട്ടടുത്ത് വെച്ചിട്ട് മരണം വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ചരക്ക് കപ്പലുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെ ഡോക്ടറെ അയക്കും, ഹെലികോപ്റ്ററിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കും. അപ്പോഴത്തേക്ക് വ്യക്തി മരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ മരിക്കാൻ പോകുന്ന വ്യക്തികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിനിടയിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററിനെ ക്രാഷ് ചെയ്തിട്ട് കോസ്റ്റ് ഗാർഡിലെ ആളുകൾ തന്നെ മരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു 5-6 മാസം മുമ്പ് പോർബന്തറിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ അർദ്ധരാത്രി ഒരു ഷിപ്പിൻ്റെ മുകളിൽ പോയി അവിടെ മരിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റ് ആദ്യം ക്രാഷ് ചെയ്തു. എയർക്രാഫ്റ്റും ആഴക്കടലിലേക്ക് പോയി 3 ഓഫീസർമാർ മരിക്കുകയും ചെയ്തു. പിന്നീട് അതേ സമയം തന്നെ അതിനെ മൈൻഡ് ചെയ്യാതെ അതിനുള്ള രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് തന്നെ
വേറൊരു ഹെലികോപ്റ്റർ പോയി ആ വ്യക്തിയെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കരയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ തീവ്രവാദികൾ തമ്പടിക്കുന്ന കേന്ദ്രങ്ങൾ, കള്ളക്കടത്തുകാർ തമ്പടിക്കുന്ന ഒളിത്താവളങ്ങളൊക്കെ ഉള്ള പോലെ കടലിലും അത്തരം ഒളിത്താവളങ്ങളുണ്ടോ? ഒളിത്താവളങ്ങൾ കടലിൽ ഇല്ല, പക്ഷേ ഒളിത്താവളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പല വിഭാഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് കോസ്റ്റ് ഗാർഡിന് അറിയാം, ശ്രദ്ധിക്കും, അതൊക്കെ അന്വേഷിക്കും. ഈ കോസ്റ്റ് ഗാർഡ് സ്ക്വാഡ്രൺ ഇല്ലേ? കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ, അവരുടെ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അത് മദ്രാസിലുണ്ട്, പോർട്ട് ബ്ലെയറിലുണ്ട്, ചെന്നൈയിലുണ്ട്, കൽക്കത്തയിലുണ്ട്. അങ്ങനെ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. കേരളത്തിലെ ഡിസ്ട്രിക്റ്റാണ് കൊച്ചിയിലുള്ളത്. ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ് സ്റ്റേഷൻസ്. അതിൻ്റെ സ്റ്റേഷനാണ് കൊച്ചിയിലും ബേപ്പൂരിലും വിഴിഞ്ഞത്തും ഒക്കെ വരുന്നത്. സൈനിക ദൗത്യത്തിന് പുറമേ ഈ ആളുകളെ രക്ഷപ്പെടുത്തുക, അതുപോലെ തന്നെ കള്ളക്കടത്ത് തടയുക, അങ്ങനെയുള്ള ഒരുപാട് അധിക ഭാരങ്ങൾ ഏൽക്കേണ്ടി വന്നല്ലോ നേവിക്ക്. അപ്പോഴാണല്ലോ ഈ പുതുതായിട്ടൊരു കോസ്റ്റ് ഗാർഡ് രൂപവൽക്കരിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എത്തുന്നത്. ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ അതിൽ ഭാഗഭാക്കായിട്ടുള്ള ഒരാളാണ് സാർ. അപ്പോൾ ആ തുടക്കകാലത്തൊരു ചലഞ്ചസിനെ കുറിച്ചൊന്ന് പറയുമോ? ഞാൻ കോസ്റ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെടുന്നത് കോസ്റ്റ് ഗാർഡിൽ വരുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പോഴാണ് കോസ്റ്റ് ഗാർഡിനെ കോസ്റ്റ് ഗാർഡാക്കി കൊണ്ടുവരുവാൻ പത്മവിഭൂഷൺ റുസ്തംജിയെ പ്രൈം മിനിസ്റ്റർ ഏൽപ്പിച്ചത്. കോസ്റ്റ് ഗാർഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കോസ്റ്റ് ഗാർഡിലുണ്ട്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഗാർഡ് വേറെ സർവീസിലുള്ള സമയത്താണ് ഞാൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ചെയ്യാൻ പറ്റിയത്. അപ്പം വേറെ നാവികസേനയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ കോസ്റ്റ് ഗാർഡിന് വേണ്ട സഹായം ചെയ്ത് കൊടുത്തതും ഞാൻ അതിനെപ്പറ്റിയുള്ള പല സംഗതികൾക്കും അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തതും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കോസ്റ്റ് ഗാർഡിൽ ശരിയായിട്ടും മാറി അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ തുടക്കത്തിന് മുന്നേ തന്നെ ഞാൻ കോസ്റ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് അന്ന് നാവികസേനയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ പിന്നെ കസ്റ്റംസിലും ഉണ്ടായിരുന്നു കുറേയൊക്കെ. പക്ഷേ അതിൽ ആദ്യമായി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഒരു പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ, ആവശ്യത്തിലുള്ള ജനങ്ങളുണ്ട്, അതിൽ ആവശ്യമുള്ള എംപ്ലോയീസ് ഉണ്ടായിരുന്നില്ല. ഓഫീസേഴ്സും സെയിലേഴ്സും, എൻറോൾഡ് പേഴ്സണൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അങ്ങേ അറ്റം ജോലി ചെയ്യേണ്ടി വന്നു. ആ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓഫീസേഴ്സിന് താമസിക്കാൻ സ്ഥലമില്ല, വ്യക്തികൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. കപ്പലുകൾ എന്ന് പറയുന്നത് നാവികസേന കടത്തിൽ എടുത്ത കപ്പലുകളാണ്. എന്നിട്ടും ഒരുപാട് സംഗതികൾ ഞങ്ങൾ ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ചും വിദേശ കപ്പലുകൾ വന്നത് ഇവിടുന്ന് മത്സ്യം പിടിക്കുന്നത് തടയാൻ സാധിച്ചു. അപ്പോഴത്തേക്കും കോസ്റ്റ് ഗാർഡ് ആക്ട് നിലവിൽ വന്നു. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയിൽ ആജീവനാന്ത പ്രൊഫസറാണല്ലോ താങ്കൾ. അവിടെ എന്താ ചെയ്യുന്നത്? 2020 വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ രക്ഷാ ആക്ട്, ആ ആക്ടിൽ കൂടെ അവിടെയുള്ള ഗുജറാത്തിലുള്ള ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി, പോലീസ് യൂണിവേഴ്സിറ്റിയെ അവർ രാഷ്ട്രീയ സുരക്ഷാ യൂണിവേഴ്സിറ്റിയാക്കി മാറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കി. പ്രത്യേകിച്ചും ആഭ്യന്തര മന്ത്രാലയത്തിന്. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഐഡിയ ആണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം, ആഭ്യന്തര മന്ത്രാലയം, വിദേശ മന്ത്രാലയം, സുരക്ഷാ മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇവരൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ കീഴിൽ 11-12 സ്കൂൾസ് ഉണ്ട്. പലതരത്തിലുള്ള വിഷയങ്ങൾ, ദേശീയ സുരക്ഷയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യക്കാരെ മാത്രമല്ല, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പല രാജ്യങ്ങളിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. 5 വർഷമേ ആയിട്ടുള്ളൂ. അതിൽ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള സൈനിക വിഭാഗങ്ങളിലുള്ള ആളുകളാണ്. അതിലുള്ളവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പല ആളുകളും പല രാജ്യങ്ങളിലുമുള്ള ആളുകൾ. അതുകൂടാതെ നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ, PhD ചെയ്യുന്നവർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്നവർ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്നവർ, അവർ പഠിക്കുന്നു. അവർ തൽക്കാലത്തേക്ക് പഠിക്കാൻ വരുന്നതാണോ, അതോ അതിൽ എന്തെങ്കിലും പുതിയ മേഖലയിലേക്ക് പോകാനാണോ? അവർക്ക് പോവാം, പുതിയ മേഖലയിലേക്കും പോകാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 വർഷമേ ആയിട്ടുള്ളൂ. നോക്കട്ടെ എങ്ങനെയാണ്. സാധാരണ ഡിഗ്രി കോഴ്സസാണ്. LLM എന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള കോഴ്സുകളാണ്. BTech ഉണ്ട്, LLM ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഡിഫൻസ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഉണ്ട്, പോലീസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ പല വിഷയങ്ങളും പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ കോസ്റ്റ് ഗാർഡ്, മർച്ചന്റ് നേവി കപ്പലുകൾക്കൊക്കെ എന്തൊക്കെയോ പരിശീലനം നൽകുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. അത് എന്ത് പരിശീലനം അവർക്ക് നൽകുന്നു? ചരക്ക് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയം വളരെ പുരോഗതി പ്രാപിച്ചതാണ്. വളരെയധികം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോസ്റ്റ് ഗാർഡും കൂടെ അവിടെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ അധികം ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരുപാട് ട്രെയിനിങ് സംവിധാനമുണ്ട്. എന്നാലും പോർട്ട് സെക്യൂരിറ്റി, അതൊക്കെ ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മർച്ചൻ്റ് ഷിപ്പുകാർ, അവിടുത്തെ ജോലിക്കാർ
ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്നുണ്ട്. പൊതുവെ ഇത്തരം വ്യത്യസ്ത മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയൊക്കെയാണല്ലോ അറിയുന്നത്. ആ തരത്തിൽ വ്യക്തമായ ഒരു രൂപം നമുക്ക് ആർക്കും കിട്ടാത്തൊരു മേഖലയാണ് കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്. സിനിമകളിൽ തന്നെ വളരെ കുറച്ചൊക്കെ തന്നെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ദൗത്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ തരത്തിൽ നോക്കുമ്പം സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്ന പല കാര്യങ്ങളും പുതുതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഒത്തിരി നന്ദി, സന്തോഷം. സന്തോഷമുണ്ട്.